ഹായ് ഡിയേഴ്സ്. ഈ പെരവരാന്ന് പെലന്ന നേരത്ത് ഞാനങ്ങനെ ഒരാളെ കാണാൻ പോവാം. ആരാന്നല്ലേ, ഞാൻ വളരെ റെയറായിട്ട് മാത്രമേ ആളെ കാണാൻ പോവാറുള്ളൂ. എങ്കിലും ഞാൻ കാണാൻ പോകുന്ന ആൾ എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞാൻ ദാദാ നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്മേനെ കാണാൻ വന്നേക്കാം. എൻ്റെ വീടും കൊടുങ്ങല്ലൂർ തന്നെയാണ്. അമ്പലത്തിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ മാക്സിമം. അതുകൊണ്ട് തന്നെ ആയിരിക്കും നമുക്ക് എന്നെന്നും വന്ന് തൊഴാൻ തോന്നാറില്ല. എൻ്റെ കൂടെ എപ്പോഴുള്ളൊരു വലിയൊരു പവറായിട്ടാണ് എനിക്ക് അമ്മേനെ തോന്നിയിട്ടുള്ളത്. പിന്നെ സ്ഥലം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞില്ലെങ്കിലും ഈ ഫ്രണ്ടിലെ കോഴീനെ കാണുമ്പോൾ തന്നെ അത് ഏത് സിനിമയിലോ എന്ത് ഡോക്യുമെൻ്ററിയിലോ എന്ത് കണ്ടാലും ഇത് കാണുമ്പോൾ ഒരു ഫീലാണ്, അയ്യോ കൊടുങ്ങല്ലൂർ എന്നുള്ളൊരു ഭയങ്കര ഒരു എക്സ്ട്രാ എനർജി ആയിരിക്കും. പിന്നെ കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുന്നൊരു പ്രശ്നം, നിൻ്റെ വീട് എവിടെയാണ്? കൊടുങ്ങല്ലൂർ. ഒമ്പടോ ദേ ഇവള് കൊടുങ്ങല്ലൂരുകാരിയാണ്. അപ്പോൾ ഇവരൊക്കെ വിചാരം എനിക്കെന്തോ ഭരണിപ്പാട്ട് അറിയാമെന്നാണ്. പക്ഷേ ഈ പൊട്ടന്മാർക്കോ അല്ലെങ്കിൽ പൊട്ടികൾക്കോ അറിയണില്ല, നമ്മളല്ല ഈ ആഘോഷം നടത്തണേന്നും കേരളത്തിൻ്റെ മറ്റ് ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒന്ന് വരുന്നവർ ആഘോഷിച്ച് പോണ ഉത്സവമാണ് കൊടുങ്ങല്ലൂർ ഭരണി എന്ന് പറയുന്നത്. ഞങ്ങൾ ആഘോഷിക്കുക മകർ 1 മുതൽ 4 വരെയുള്ള താലപ്പൊലിയാണ്. പറഞ്ഞ് തോറ്റു. എന്നാലും ഞാനത് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം നമ്മുടെ മണ്ണായതുകൊണ്ടാകാം അമ്മയെ കാണാൻ എനിക്ക് ക്യൂ നിൽക്കാൻ തീരെ ഇഷ്ടമല്ല. ഇപ്പം മറ്റമ്പലങ്ങളിൽ ഇപ്പോൾ ഗുരുവായൂരാണെങ്കിലും ചോറ്റാനിക്കര ആണെങ്കിലും 4-5 മണിക്കൂർ കാത്തുനിന്ന് തൊഴുത് ഞാൻ പോരാറുണ്ട്. പക്ഷെ എനിക്ക് അമ്മേനെ കാണാൻ ചെല്ലുമ്പോൾ നമ്മുടെ അമ്മേനെ കാണാനായിട്ട് ക്യൂ നിന്ന് പെർമിഷൻ മേടിച്ച് പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ സാധാരണ ഞാനിവിടെ തൊഴാൻ വരുമ്പോൾ 6 മണിക്ക് മുന്നേ അമ്പലത്തിലെത്തുന്ന രീതിയിലാണ് വരിക. വന്ന് പെട്ടെന്ന് തൊഴുത് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാറുണ്ട്. 6 മണിക്ക് ശേഷം ഒരു 6:15 ശേഷം വന്നു കഴിഞ്ഞാൽ എന്നും ക്യൂ ആയിരിക്കും. അപ്പോൾ എനിക്ക് തോന്നും, എനിക്ക് എന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കാണണമെന്ന് വിചാരിച്ചാൽ വന്ന് കാണാമല്ലോ. പുറത്തുനിന്ന് ഇത്രയും ദൂരെ നിന്ന് ആൾക്കാർ വന്ന് ക്യൂ നിൽക്കുമ്പോൾ ഞാൻ എന്തിനാണ് ക്യൂവിൻ്റെ ഇടയിൽ പോയി നിന്ന് അവരെയും കൂടെ ക്യൂവിന് നീട്ടം കൂട്ടണമെന്ന് എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ ആ സമയത്തൊന്നും വരാറില്ല. അപ്പോൾ ആർക്കെങ്കിലും കാണാൻ തൊഴാൻ വരണം എന്നുള്ളവരൊക്കെ ഈ ഒരു ടൈം കീപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ തിരക്കില്ലാതെ പെട്ടെന്ന് അകത്തേക്ക് കടന്ന് തൊഴുത് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറ്റും എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ ബൈ, എന്നെ കാത്തതാ പുട്ടും കട്ടനും കാത്തിരിക്കുന്നുണ്ട്. ഞാൻ 5:56 പോയി ഒരു 6:23 ഞാൻ തിരിച്ചെത്തി. അത്രയും പെട്ടെന്ന് തൊഴുതിറങ്ങി പോരാൻ പറ്റി. അങ്ങനെ കുറേ കഥകൾ പറഞ്ഞു, കുറേ പരിഭവങ്ങളും കുശുമ്പും അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇതെന്നോട് പറഞ്ഞു. ഞാനപ്പോൾ ഇങ്ങനെ വിചാരിച്ചു, എൻ്റെ തെറ്റുകളായിരിക്കും കൂടുതൽ പറയുക. മണ്ടത്തരായിപ്പോയി അങ്ങനെ പറഞ്ഞത് അല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ പറയായിരുന്നു അല്ലേ, കാണുമ്പോൾ സോറി വരേണ്ട കാര്യമാണെങ്കിൽ സോറി പറയാം. പിന്നെ അതുപോലെ ഇങ്ങനെ എനിക്കെൻ്റെ കൂട്ടുകാരീൻ്റെ പോലെയാണ്. അപ്പോൾ ഞാൻ എന്തൊരു സുന്ദരിയാണ് കാണാനായിട്ട്, ഇത് വലിയ കമ്മലായിട്ടിരിക്കണേ, എൻ്റെ ഇത് ഇങ്ങനത്തെ ജുംക്കയാണ്, അങ്ങനെ പറഞ്ഞ് കളിച്ച് തിരിച്ച് നടക്കാൻ പറ്റുന്നൊരു കൂട്ടുകാരിയാണ് എനിക്ക് എൻ്റെ അമ്മ. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഡെവോഷണൽ ഫീൽ തോന്നാൻ വേണ്ടിയിട്ട് വീഡിയോ ഒന്നുമല്ല, കുറേ നാളായി പോയിട്ട്. അപ്പോൾ ഒന്ന് പോയപ്പോൾ ഒരു പോസിറ്റീവ് ഫീൽ തോന്നിക്കൊണ്ടിട്ടതാണ്. അപ്പോൾ ബൈ.